മത്സ്യത്തൊഴിലാളി സമ്പാദ്യ സമാശ്വാസ പദ്ധതി വിഹിതം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് മത്സ്യത്തൊഴിലാളികൾ ഫിഷറീസ് ഉത്തരമേഖല ഡെപ്യൂട്ടി ഡയറക്ടറെ തടഞ്ഞുവച്ചു. പണം ചൊവ്വാഴ്ചക്കകം നൽകുമെന്ന ഫിഷറീസ് ഡയറക്ടറുടെ ഉറപ്പിനെ തുടർന്ന് പ്രവർത്തകർ പിരിഞ്ഞുപോയി. മത്സ്യത്തൊഴിലാളി സമ്പാദ്യ സമാശ്വാസ പദ്ധതി പ്രകാരം മത്സ്യത്തൊഴിലാളികൾക്ക് ജൂൺ മാസം കിട്ടേണ്ട പദ്ധതി വിഹിതം ഇതുവരെ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് മത്സ്യത്തൊഴിലാളി പ്രവർത്തക സംഘത്തിന്റെ നേതൃത്വത്തിൽ ഫിഷറീസ് ഉത്തരമേഖല ഡെപ്യൂട്ടി ഡയറക്ടർ CP അഹമ്മദ്കുട്ടിയെ തടഞ്ഞുവച്ചത്. തുടർന്ന് പ്രവർത്തകർ ഡെപ്യൂട്ടി ഡയറക്ടറുമായി ചർച്ച നടത്തി. പണം കൊടുക്കാനുള്ള നടപടികളൊന്നും ആയിട്ടില്ല. ജൂലൈ മാസം 23 ഇതുവരെ നടപടിയായിട്ടില്ല. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഞങ്ങൾ ഡെപ്യൂട്ടി ഡയറക്ടർ വന്ന് കണ്ട് ഇതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ആ സമയത്ത് പറഞ്ഞത് എല്ലാവർക്കും കൊടുക്കാനുള്ള ഫണ്ട് എത്തിയിട്ടില്ല, പകുതിയേ എത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും കൊടുക്കാൻ തികയില്ല, അത് പ്രശ്നമാവും, പകുതി ആളുകൾക്ക് കൊടുത്ത് പകുതി. അതുകൊണ്ട് കാത്തിരിക്കുകയാണ്. ഇതാ പെട്ടെന്നാവും ദിവസങ്ങളോളം പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് ഞങ്ങൾ ഇതുപോലെ അന്വേഷിക്കാൻ വന്നതാണ്. ഞങ്ങൾ പ്രധാനപ്പെട്ട 4-5 പേര് സംഘടനയുടെ ഞങ്ങളുടെ ഭാരതീയ മത്സ്യത്തൊഴിലാളി സംഘത്തിന്റെ സംഘടന ആളുകൾ 4-5 പേര് വന്നു. സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ വിചാരിച്ചമാരൊന്നും പണം കിട്ടില്ല, ഇത് നിയമസഭ പാസ്സാക്കണം. ഇതുവരെ പറയാത്തൊരു മറുപടിയാണ് നിയമസഭ 28-ാം തീയതി പാസ്സാക്കിയാലേ കിട്ടൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിവിടെ ഇരുന്നതാണ്. ഞങ്ങളിവിടെ ഇരുന്നു കുറച്ചുനേരം സമരങ്ങളൊക്കെ നടത്തിയപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് ബന്ധപ്പെട്ടു. തിരുവനന്തപുരത്ത് നിന്ന് ഫിഷറീസ് ഡയറക്ടർ നമ്മളോടിപ്പം വിളിച്ച് ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ളത് അടുത്ത ചൊവ്വാഴ്ച എന്തായാലും പൈസ തരുമെന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പിരിഞ്ഞു പോവുകയാണ്. തിരുവനന്തപുരം ഫിഷറീസ് ഡയറക്ടറുമായി ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ജൂലൈ 27-നകം പദ്ധതി വിഹിതം വിതരണം ചെയ്യുമെന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ ഉറപ്പ് നൽകിയതിനെ തുടർന്ന് പ്രവർത്തകർ പിരിഞ്ഞുപോയി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.